മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ തിരുവചനത്തില് നമ്മളിങ്ങനെ വായിച്ച് ധ്യാനിക്കുകയാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവിനെ അനുഗമിക്കുവാൻ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ വഴി അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. അനുദിനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കുരിശ് അനുഭവങ്ങളെ നമ്മെ തന്നെ പരിത്യജിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. കർത്താവിനെ അനുഗമിക്കാതെ അവിടുത്തെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അനുഗമിക്കണമെങ്കിൽ നമ്മെ തന്നെ പരിത്യജിക്കണം. അനുദിന ജീവിതത്തിന്റെ കുരിശുകൾ നമ്മൾ എടുക്കണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും, പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ നമ്മൾ അനുഗമിക്കണം, ഈശോയുടെ കൂടെ നിൽക്കണം. ഈശോയുടെ കൂടെ നിൽക്കണമെങ്കിലാണ് അവിടുന്ന് പറയുന്നത്, നീ നിന്നെ തന്നെ പരിത്യജിക്കണം. ഒന്നാമതായിട്ട് പരിത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അഹത്തെ നീ മാറ്റിവെക്കേണ്ടി വരും. ഞാനെന്ന ഭാവം അതിനെ നീ മാറ്റിവെക്കുക. നിന്റെ ഇഷ്ടങ്ങളെ നീ മാറ്റിവെക്കേണ്ടി വരും. നീ ഈ ലോകത്തിൽ നിന്ന് ഒത്തിരിയേറെ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് നീ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നിന്റെ സ്വാർത്ഥതയെ നീ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നിന്റെ ഇഷ്ടങ്ങളും നിന്റെ ആഗ്രഹങ്ങളും മാത്രം, മറ്റാരെയും പരിഗണിക്കാത്ത അവസ്ഥകൾ, അതിനെ നീ മാറ്റിവെക്കേണ്ടി വരും. അതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് നീ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ചില പാപ സാഹചര്യങ്ങളുണ്ട്, ചില നോട്ടങ്ങളുണ്ട്, ചില കാഴ്ചകളുണ്ട്, ചില സ്പർശനങ്ങളുണ്ട്, ചില ചിന്തകളുണ്ട്. അത് ലോകത്തിൻ്റെതാ, ലൗകികമായിട്ടുള്ളതാ, ജഡത്തിൻ്റെതാ. അതിനെ നീ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. നിന്റെ ഈ ലോക പ്രവർത്തനങ്ങളെ പലതിനെയും നീ മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ മാത്രമേ നിന്നെ തന്നെ പരിത്യജിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയുള്ളൂ. നിന്റെ ഇഷ്ടങ്ങളെ മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പറയാണ്, അനുദിന ജീവിതത്തിന്റെ കുരിശ് നീ എടുക്കണം. അത് ഒരു ദിവസമല്ല നീ കുരിശ് എടുക്കേണ്ടത്, എല്ലാ ദിവസവും നടക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൽ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നവർ സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും, വേദനകൾ ഏറ്റെടുക്കേണ്ടി വരും. നീ നിന്റെ കുടുംബത്തിന് ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, നിന്റെ ജോലിയുടെ ഉത്തരവാദിത്വങ്ങൾ നീ ഏറ്റെടുക്കുമ്പോൾ, നിന്റെ സമർപ്പണത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ നീ ഏറ്റെടുക്കുമ്പോൾ ചില കുരിശ് അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അത് ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അതുണ്ടാകുമെന്ന് ഈശോ പറയുക. അത് നീ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായാൽ നീ ഈശോയെ അനുഗമിക്കുന്നവളായിട്ട് മാറും. അപ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ സകല കാര്യങ്ങളിലും അവിടുന്ന് ഇടപെടും. നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും, നിന്റെ അധ്വാനങ്ങളെ അനുഗ്രഹിക്കും, നിന്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും. കരങ്ങളെ യാചനയോടെ പിടിക്കാം. ഈ ദിവസം നമ്മളെ തന്നെ പരിത്യജിക്കാം. നമുക്ക് ഈ ജീവിതത്തിന്റെ ഈ ദിനം നമുക്ക് നൽകുന്ന കുരിശുകളെ, സഹനങ്ങളെ നമുക്ക് ഏറ്റെടുക്കാം. അതിനുവേണ്ടുന്ന കൃപയാചിക്കാം, സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ. ഇന്നത്തെ ഇവരുടെ അധ്വാനങ്ങളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങളും നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും പൈശാചിക അരൂപികളുടെ പ്രവർത്തനങ്ങളെയും ദിവികാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരകാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. എല്ലാ കെട്ടുകളും അഴിയട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.